ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. മത്തായി, വിശുദ്ധ മത്തായി ചാപ്റ്റർ 3 വേഴ്സ് 16 ഇങ്ങനെയാ വായിക്കുന്നത്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇംഗ്ലീഷിൽ ഇങ്ങനെ, ആൻഡ് ജീസസ് when he was baptized went up straightway out of the water, and lo, lo, the heavens were opened unto him, and he saw the Spirit of God descending like a dove and lighting upon him. സ്തോത്രം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു വാക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ തന്റെ ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് പറയുമ്പോൾ the spirit of God descending like a dove and lighting upon him എന്ന് പറയുന്നത്. അതായത് ലൈറ്റിംഗ് അപ്പോൺ എന്ന് പറയുമ്പോൾ അവിടെ വസിച്ചു എന്നാ പറയുന്നത്. ഇറങ്ങി വന്ന് വസിച്ചു. പിന്നെ അത് എങ്ങോട്ടും പോകുന്ന ആരും കണ്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്, യേശു കർത്താവ് സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നിട്ട് യേശുവിന്റെ ശരീരത്തിൽ വന്നു അവിടെ വസിച്ചു എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന് പരിശുദ്ധാത്മ പൂർണ്ണമായ അല്ലെങ്കിൽ പരിശുദ്ധാത്മ പറഞ്ഞ ശേഷം യേശു കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. സ്തോത്രം. യേശു കർത്താവ് എന്തായിരിക്കും യേശു കർത്താവിന്റെ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ യേശു കർത്താവിനൂടെ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ മനുഷ്യന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ ആയിരിക്കണം, ദൈവമുള്ള ബന്ധത്തിൽ. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഹോൾ ലൈഫിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, കാരണം യേശു കർത്താവ് വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പൊ ദൈവമുള്ള ബന്ധത്തിൽ ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നീട് ബന്ധം, അതായത് ദൈവമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള, അതായത് ദൈവത്തെ അനുസരിക്കുന്നതിനുള്ള ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവും പരിശുദ്ധാത്മാവും, ദൈവം ഹോളി സ്പിരിറ്റിനാൽ യേശു കർത്താവ് നിറഞ്ഞതിന് ശേഷം പിന്നീട് യേശു കർത്താവിന്റെ ജീവിതത്തിൽ അതെന്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചു, അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ആയത്, ഏതെല്ലാം മേഖലയിൽ ദൈവം യേശു കർത്താവിനെ ഉപയോഗിച്ചു എന്നുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത്, ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിറഞ്ഞ ശേഷം ആത്മാവ് ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നിറഞ്ഞ ശേഷം ക്രിസ്തുവിനെ, ഹല്ലേലൂയ, നിറഞ്ഞ ശേഷമാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നത്. ആ മരുഭൂമിയിലേക്ക് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ടെസ്റ്റിംഗ് ആണെന്ന് പറയുമെങ്കിലും എന്റെ മനസ്സിൽ വന്ന എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ നിറവ് ഒരു ഓവർഫ്ലോയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ദൈവം യേശു കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത്. അത് പരീക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ഓവർഫ്ലോയുടെ ഒരു മുമ്പുള്ള, ആ ഓവർഫ്ലോയ്ക്ക് മുമ്പുള്ള അതിന്റെ മുമ്പുള്ള ഒരു പ്രക്രിയയായിരുന്നു ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്തോത്രം. മനസ്സിലാക്കുക, നമ്മൾക്ക് ടെസ്റ്റിംഗ് ഒത്തിരി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷം ടെസ്റ്റിംഗ് ഒരുപാട് ഉണ്ടാവുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, അതൊരു ഓവർഫ്ലോയ്ക്കുള്ള തുടക്കമാണ്. അതിനു മുമ്പുള്ള ഒരു ആരംഭമാണ് ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാളെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, തുടർച്ച ടെസ്റ്റ് വന്നുകൊണ്ടിരിക്കും. മനസ്സിലാക്കുക, അത് പരിശുദ്ധാത്മാവിന്റെ ഓവർഫ്ലോയ്ക്കുള്ള ഒരു പ്രക്രിയയുടെ തുടക്കമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് അല്ല, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. യേശു കർത്താവിന്റെ ജീവിതത്തിലുടനീളം യേശു കർത്താവ് ദൈവത്തെ അനുസരിച്ചു. അതുപോലൊപ്പം തന്നെ ആ ഒരു ബന്ധമുണ്ടായിരുന്നു. ഞാൻ പറയാൻ വരുന്ന പോയിന്റ് ഇതാണ്, ഈ യേശു കർത്താവും ദൈവമായുള്ള ബന്ധം സാധ്യമായ ഒരു മീഡിയം എന്ന് പറയാൻ പറ്റുന്നത് അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ യേശു കർത്താവും ദൈവമായ ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ സകല ഏരിയകളും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായിരുന്നു. ഹല്ലേലൂയ. അപ്പോ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുമുണ്ട്, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം യേശു കർത്താവ് പോയ പോലെയാണോ? സ്തുതി. ഹല്ലേലൂയ. അതായത് യേശു കർത്താവ് പകൽ മൊത്തം കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച ശേഷം രാത്രി സമയങ്ങളിൽ ദൈവമായുള്ള ബന്ധത്തിലായിരുന്നു. അതൊരു പ്രെയർ ആയിരുന്നു അവിടെ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രെയറാണ്? നമ്മുടെ പ്രെയർ ജസ്റ്റ് ഒരു മെക്കാനിക്കൽ കൈൻഡ് ഓഫ് പ്രെയർ ആണോ? അതായത് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ എന്നുള്ള ഒരു ചിന്തയോട് പ്രാർത്ഥനയാണോ? അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ കുഴപ്പമെന്ന് പറയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു നിർബന്ധം പോലെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യം കൊണ്ടൊരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അവിടെ പലപ്പോഴും ഡ്രൈനസ് ആയിരിക്കും. പലപ്പോഴും നമുക്ക് അവിടെ ഈസിയായി അതിനെ ഉപേക്ഷിക്കാൻ പറ്റും. ഒരു ദിവസം പാരൻസിലും കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകും ഈ ഒരു മെക്കാനിക്കൽ കൈൻഡ് ഓഫ് പ്രെയർ ആകുമ്പോൾ. അതായത് പ്രാർത്ഥന എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറിക്കഴിയുമ്പോൾ
അവിടെ അത് പരിശുദ്ധാത്മ പ്രേരിതമാണെങ്കിലും റെസ്പോൺസിബിലിറ്റി മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു ഡ്രൈനെസ് ഇടയ്ക്കൊക്കെ ഉണ്ടാവും. നമുക്കത് എന്ത് പറയുന്നത്, അതൊരു സന്തോഷം കണ്ടെത്താൻ കഴിയത്തില്ല. ആവശ്യങ്ങളുടെ മുഖത്ത് അയ്യോ എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്നുള്ള ഒരു ബോധ്യത്തിലുള്ള പ്രാർത്ഥനയെ മാറുന്നത് അവിടെ ഹല്ലേലൂയ അവിടെ ഒരു എന്തോ ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഒരു കാണുന്നില്ല. പക്ഷേ ഈ യേശു കർത്താവിന്റെ പ്രയർ അങ്ങനെ ആയിരുന്നില്ല. യേശു കർത്താവിന്റെ പ്രയർ എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ബന്ധത്തിലായിരുന്നു ആ പ്രയർ. അവിടെ ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു പരിശുദ്ധാത്മാവിന്റെ ലീഡിംഗ് ഉണ്ട്. അവിടെ ഒരിക്കലും എന്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ എന്നുള്ള ഒരു ചിന്തയിലല്ല പ്രാർത്ഥന വരുന്നത്. ദൈവമായുള്ള ബന്ധത്തിൽ, ആ സ്നേഹത്തിൽ ആ പ്രാർത്ഥന വരുന്നത്. അവിടെ ഒരു സന്തോഷമുണ്ട്, ജോയ് ഉണ്ട്. അതിലൊരു അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പ്രാർത്ഥന പറഞ്ഞാൽ എന്ത് പറഞ്ഞ അതിനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നമ്മളും ദൈവമുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ അവിടെ യേശു കർത്താവിന്റെ പ്രാർത്ഥനകളിൽ ദൈവമായൊരു ബന്ധമായിരുന്നു, ദൈവത്തോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, കമ്മ്യൂണിയൻ ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു പ്രെയർ ലൈഫിൽ മാത്രമേ നമുക്കൊരു വളർച്ച, പരിശുദ്ധാത്മാവിന്റെ ഓഫർ നമ്മൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞവരാണ്. പക്ഷെ നമ്മൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഒരു ഓവർഫ്ലോ നമ്മൾ ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. ആ ഓവർഫ്ലോ വന്നു കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയാണ്, ദൈവം പരിശുദ്ധാത്മാവ് ക്രിസ്തു അനോയിന്റ് ചെയ്യപ്പെടുന്ന കഴിയുമ്പോൾ ക്രിസ്തുവേശുവിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. അതായത് ആ മാറ്റങ്ങൾ ഹല്ലേലൂയ നമ്മളും അതേ മാറ്റം ഒന്നുകൂടെ പറയാം. അവൻ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തിയായി മാറി, ദൈവത്തിനെ വെളിപ്പെടുത്തുന്നവനായി മാറി. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ദൈവത്തിന് മുമ്പിൽ നിന്നുള്ള മാതൃക കാണിക്കുന്ന വ്യക്തിയെ യേശു കർത്താവ് മാറി. സ്തോത്രം. അതുപോലെ പ്രെയർ ലൈഫിൽ യേശു കർത്താവ് ഒരു മാതൃക. അതായത് ദൈവമായുള്ള ബന്ധമാണ്, ബന്ധത്തിലുള്ള പ്രെയർ ആണ്. പ്രെയർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ടല്ല ചെയ്യേണ്ടത്. ദൈവമായുള്ള ബന്ധത്തിൽ ഒരു കമ്മ്യൂണിയൻ പോലെ, കമ്മ്യൂണിക്കേഷനാണ് പ്രെയർ എന്നുള്ളത് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ഹല്ലേലൂയ. നമ്മൾക്കും ഇതേ പരിശുദ്ധാത്മാവിനെ കിട്ടിയ വ്യക്തികളാണ് നമ്മൾ. നമ്മുടെ പ്രെയർ എങ്ങനെയാണ്, നമ്മുടെ ദൈവമായുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മൾക്ക് ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ യേശു കർത്താവ് എങ്ങനെയായിരുന്നു അതുപോലെ ആകാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈഫ് എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ ബന്ധത്തിൽ ഊന്നിയുള്ളതാണോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും വരേണ്ട ദിവസങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ പരിശുദ്ധാത്മ നിറയപ്പെട്ടത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യൻ ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നതാണെങ്കിൽ പോലും യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യനായിട്ട് തന്നെ, ദൈവമായിട്ടല്ല. ആ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിൽ സംഭവിച്ച മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു. ഞാൻ 3 പോയിന്റ് പറഞ്ഞു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ 3 പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ഒരു ബന്ധത്തിൽ യേശു കർത്താവ് വരുന്നത് പോലെ ഹല്ലേലൂയ അതേ പരിശുദ്ധാത്മാവ് കിട്ടിയ നമ്മൾ ദൈവമായി, അല്ലെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്കത് വെളിപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ നമ്മളുണ്ടോ ദിവസങ്ങളിൽ നമ്മൾക്ക് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു ബന്ധം, സ്റ്റെഫുൾ പരിശുദ്ധാത്മ ബന്ധത്തിൽ നമ്മൾ അലേർട്ട് ആണോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യം. നമ്മുടെ ഏത് അവസ്ഥകൾ, നമ്മുടെ ഏത് നിമിഷങ്ങളിലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഇൻ അവർ ലൈഫ് ഇൻ എ ഡേ, അല്ലെങ്കിൽ ഇൻ എ ഡേ നമ്മുടെ ഒരു ജീവിതത്തിലെ ഏത് നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതൊരു അവയർനെസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ബോധ്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് അറിവുണ്ടെങ്കിലും തിരിച്ചറിവുണ്ടാകുന്നില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും കണക്ട് ആയിരിക്കാനാണ്, എപ്പോഴും ആ ബന്ധം സൂക്ഷിക്കാനാണ്. ഹല്ലേലൂയ. അങ്ങനെ അതാണ് യേശു കർത്താവിന്റെ വിജയം അവിടെയായിരുന്നു. എപ്പോഴും പരിശുദ്ധാത്മാവായിട്ട് ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു, നല്ല കമ്പാനിയൻ ആയിരുന്നു, ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു യേശു കർത്താവ്. നമ്മളും അങ്ങനെ തന്നെ ആകണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ധാരാളമായി തന്നിട്ടുണ്ട്. നമ്മൾ പുത്രന്മാരും പുത്രിമാരും ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ധാരാളം തന്നിട്ടുള്ളത് കൊണ്ട് എപ്പോഴും ആ വ്യക്തിയുമായി, എപ്പോഴും അതൊരു വ്യക്തിയാണ്, ഒരു വസ്തുവല്ല, അതൊരു എയർ പോലൊരു സംഭവമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യത്തിൽ നമുക്ക് ആയിത്തീരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം നമ്മളെ സംബന്ധിച്ച്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും പറയാം, പരിശുദ്ധാത്മാവുള്ള ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം, നമ്മുടെ കൂടെയുള്ള ഒരാളെന്നുള്ള ബോധ്യം, ഒരാളിനെ പോലെ, ഇപ്പം ഞാനും സുമയിരിക്കുന്നത് പോലെ എന്റെ കൂടെയുള്ള ഒരാളെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വരാത്ത കാലത്തോളം നമ്മളെ കണക്ഷനിലേക്ക് വരത്തില്ല ദൈവമക്കളെ.
നമുക്ക് കണക്ഷനിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം. ഞാനും സുമയിരിക്കുന്ന പോലെ എന്റെ അടുത്തിരിക്കുന്ന ഒരാളെന്ന് ലിറ്ററലി ഒരു അല്ല എന്റെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എന്റെ മനസ്സിൽ ഇല്ലാത്ത കാലത്തോളം എനിക്ക് ആ വ്യക്തിയെ കണക്ട് ആവാൻ പറ്റത്തില്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആ ഒരു ബോധ്യം ഉണ്ടാകട്ടെ, ആ കണക്ഷൻ നമ്മളിൽ ഉണ്ടാകട്ടെ. ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ വലിയ മാറ്റങ്ങൾ യേശു കർത്താവിന് സംഭവിച്ചു പോലുള്ള മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകും. അതിന് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മൾ തിരിച്ചറിവാണ്, ആ ബോധ്യമാണ് വേണ്ടത്. ദിവസങ്ങൾ ദൈവം അതിനുവേണ്ടി നമ്മൾ സഹായിക്കട്ടെ. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവേശുവിനെ പോലെ ആകുവാൻ, പ്രാർത്ഥനയിൽ ദൈവമായി ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ദൈവമായുള്ള കമ്മ്യൂണിക്കേഷനായി മാറുവാൻ ദിവസങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ആ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്നുള്ള ബോധ്യത്തിലായിരിക്കാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വാക്കുകൾ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന വിഷയങ്ങളെ ചേർന്നുള്ള സമയമാണ്. അതിന്റെ സമയത്ത് വിവരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു.